എല്ലാം കൂടെ കൊള്ളുവോ? അടിപൊളി സാധനം വരുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ ഒരിക്കലും മോശമായിട്ട് പറയുന്നില്ല. ഇന്നാലും ഇല്ല, കുഴപ്പമില്ല. ഒരു 1-2 ചെറിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. 260. ഇത് പഴുത്താൻ തോന്നുന്നു കേട്ടോ. മുട്ടയുണ്ട്. മുട്ടയെല്ലാം പോയതാ. എത്ര പോയ എന്തി മുട്ട നോക്കിയായിരുന്നോ? മുട്ടയുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ആദ്യമായിട്ടാ സീഡിയുടെ മുട്ട. ആ, എന്തിയേ പിറന്നാളുകാരനായിട്ട് ഉച്ചക്കായിട്ട് ആരും ഒന്നും ഫുഡൊന്നും തരാത്തത്? എത്ര നേരമായി? പിറന്നാളായിട്ട് നിനക്ക് എന്തോ വേണമെന്ന് ഞങ്ങൾ ചോദിച്ചില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടെങ്കിൽ തീർത്തുള്ളൂ. എന്തുവാ അത്? അത് അന്നേരം കൊണ്ടുവരുമ്പോൾ കണ്ടെത്താൽ മതി. അച്ഛൻ ശരിക്കും പറഞ്ഞാലേ തലപ്പാക്കണ്ടി ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. രാവിലെ അമ്പലത്തിലേക്ക് പോയില്ലേ, അപ്പൊ അതുകൊണ്ട് ആ പ്ലാൻ മാറ്റി വെച്ചു. അത് നമുക്ക് അമ്മയുടെ ബർത്ത്ഡേക്ക് ആക്കാം. അറിയാമല്ലോ, അമ്മയുടെ ബർത്ത്ഡേ 25-ാം തീയതി വരുന്നത്. 3 ദിവസം കൂടെ കഴിഞ്ഞാൽ അടുത്തത്. അപ്പൊ അതുകൊണ്ട് അതെന്താന്നറിയാമോ, ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ, മറ്റന്നാള് അതിന് പിറ്റേ ദിവസം എന്റെ ബർത്ത്ഡേ. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് സെലിബ്രേഷൻ ചെയ്യാനാ പ്ലാൻ. അപ്പോ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് തീർത്തു. പക്ഷെ ഇത് സിമ്പിൾ ആണെങ്കിലും ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡ്, ഇന്ന് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പോലെ അമ്മയമ്മന്ന് വിളിക്കുക, ക്യാമറ പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും നിനക്ക് ഇഷ്ടപ്പെടും. അച്ഛനും ഇഷ്ടം. മീന്റെ പേരെന്തായിരുന്നു? ആവോലല്ല, തവളാന്നാ പറയുന്നത്. നമ്മള് ഭക്ഷണം മറ്റേ സംഭവം ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് നിന്നെ വിളിക്കാം. അടിപൊളി മീൻ. ഓക്കേ. എല്ലാം കൂടെ കൊള്ളുവോ? അത്ര 6-7 മിനിറ്റുണ്ടായിരുന്നോ? 6-7 മിനിറ്റുണ്ടായിരുന്നോ? അതല്ലേ ഇളക്കെടുക്കാൻ പാടായിരിക്കും. കുരുമുളക് ഉണ്ടായിരുന്നോ? കൊള്ളാം. വലിയ പിന്നെ അതില് മാംസം ഉണ്ട് കേട്ടോ. നല്ല, അതായത് സാധാരണ സീഡിക്ക് ചില സമയത്ത് മാംസം കാണത്തില്ല. നല്ല മാംസം ഉണ്ടായിരുന്നു. അപ്പം ബർത്ത്ഡേക്ക് കടു ബർത്ത്ഡേക്ക് ഇതുകൊണ്ടൊരുത്തം പോകുന്നുണ്ടോ അവനെ? സച്ചുവേ, ബഹളം ഉണ്ടാക്കാതെ പോണേ, വേലും പിടിച്ചോണ്ട് ചാടുവാ. ആണോ, എന്തൊക്കെയോ വാരി ഇടുവാ. അല്ല, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കി, എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് നിനക്ക് മാത്രം അറിയാം. അവൻ പിള്ളേർക്ക് അറിയില്ല, അച്ഛനമ്മയ്ക്ക് ആർക്കും അറിയില്ല. മീൻ ഇവിടെ വറുത്ത് റെഡിയായി. അപ്പൊ മീൻ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ മീനിന്റെ കൂടി ഇവർ എന്താ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ മിക്കവാറും ചിക്കന് അത് ഇത് ഫുൾ സെറ്റപ്പ് അല്ലേ? ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചിരിക്കുക സച്ചു. അതിലാണ് ഓടിയായിരുന്നു മുമ്പ്. ഇപ്പൊ പരിപ്പിട്ട് കടലപ്പരിപ്പിട്ട് ഇട്ടേക്കുന്നേ. ഉഴുന്നുപരിപ്പിട്ടായിരുന്നോ? അടിപൊളി. ഇഷ്ടം. ഇതെന്താണെന്നുള്ള കാര്യം കൊണ്ട് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് 100% ഉറപ്പുണ്ട് പിള്ളേർക്ക് കംപ്ലീറ്റ് ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ സാധനം റെഡി ആയിരിക്കുകയാണ്. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ആ ബ്യൂട്ടിഫുൾ ഡിഷ്, നാവിൽ കൊതിയൂറുന്ന ആ ഭക്ഷണം, എല്ലാവരുടെ ഇഷ്ടപ്പെട്ട ആ സംഭവമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശരി, നീ എന്തിനാ ചിരിക്കുന്നത്? എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം തന്നെയാണ്. മക്കൾക്കല്ലേ ആരും ചെയ്തെടുക്കുന്നില്ല. ഇതിന് കൊതിയൂറുന്നതാണെന്നുള്ള കാര്യം ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താണെന്ന് നോക്കിയോ. ഓക്കെ, ഇതാ കോരിയാണ് ചറപ്പറാന്ന് മനോഹരമായ രീതിയിൽ നല്ല ഒന്നാം തന്നെ പൊന്നീരി ഇട്ട് ഇട്ടിരിക്കുകയാണ്. അതിലെ സുഹൃത്തുക്കളെ, ആഹാ, അടിപൊളി. ഇതിനകത്തോട്ട് എന്താണ് പറയൂ. നമ്മുടെ തൈര്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണെന്ന്. ശരി, ഒരു സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈര് സാധവും ഈ വറുത്ത മീനും പിന്നെ പപ്പടം കാച്ചുന്നുണ്ട്. അതും കൂടെ ഇന്ന് അന്യായ കോമ്പിനേഷൻ ആയിരിക്കും. ആഹാ,
അച്ചേട്ടൻ വായി വെള്ളം സത്യം. ഇതിപ്പോ എന്റെ അമ്മ കാണുവാണെങ്കിൽ ഉണ്ടല്ലോ, അമ്മ പറയും അല്ലാതെ ഇപ്പൊ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയിട്ട് ചെറുക്കന്റെ ബർത്ത്ഡേക്ക് തൈര് സാധനമാണ് നീ ഉണ്ടാക്കി കൊടുത്തത്. അല്ല, അതിനകത്ത് തൈര് സാധനം മോശമാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഫുഡ് തന്നെയാണ്, അറിയാം. അതിപ്പോൾ നല്ല ചൂട് സമയമാണ്. അത് മാത്രമല്ല ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം എന്താ പറയുക അറിയാത്ത ഒരു സംഭവമാണിത്. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഫെമിലിയർ സാധനം പെട്ടെന്ന് ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ സത്യമായിട്ട് അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഉപരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഹാ. അപ്പം ഇത് നമ്മൾ പതുക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. ഇത്രയും പോയി പ്രത്യേകം വിളിക്കാം. അവന് തീർച്ചയായിട്ടും ഇഷ്ടം കേട്ടോ, അത് യാതൊരു സംശയമില്ല. അവന് വാരി കൊടുക്കണം നമുക്ക് കേട്ടോ. മീനൊക്കെ വറുത്ത് സെറ്റായിരിക്കുകയാണ്. പപ്പടം വിളിക്കും. ഓക്കെ പപ്പടം വിളിച്ചു. ഞങ്ങളുടെ നല്ലൊരു ദിവസമാണ്, ഞങ്ങളത് നിങ്ങളോടൊപ്പം ആഘോഷിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അച്ഛൻ പറഞ്ഞില്ലയോ വലിയ മോന് പ്രത്യേകം ഇഷ്ടമാവുമെന്ന്. പക്ഷെ അവന് അങ്ങനെ കുഞ്ഞിലെ പിള്ളേരുടെ രീതി വേറെ. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ പിന്നാലും ഒരു ആഹാരത്തിലും എനിക്ക് ഇന്നത് വേണം, ഞാൻ ഇതേ കഴിക്കുള്ളൂ, എനിക്കിത് വേണ്ട, അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യം വീഡിയോയ്ക്ക് വേണ്ടി പറയുവല്ല, സത്യസന്ധമായിട്ട് പറയുക. ഏതൊരു അമ്മയും തൻ്റെ കുഞ്ഞിനെ ഒരിക്കലും മോശമായിട്ട് പറയത്തില്ല. എന്നാലും ഇന്നത്തെ കാലത്ത് കുറെ നമ്മൾ അറിഞ്ഞിടത്തിലൊക്കെ കേട്ടിട്ടുള്ളതാണ്, അവൻ അത് കഴിക്കത്തില്ല, അവൻ ഇത് കഴിക്കത്തില്ല, അവൻ അത് വേണ്ട, എന്തുണ്ടാക്കി കൊടുത്ത. പക്ഷെ ഇളയവൻ അങ്ങനെയാ, എൻ്റെ സ്വന്തം പുത്രൻ ഇളയവൻ അങ്ങനെ, അവന് ഒരുപാട് പറ്റ ഭക്ഷണങ്ങളൊന്നും ഇഷ്ടമില്ല. പക്ഷെ വലിയ മോൻ അങ്ങനെയല്ല, എന്ത് കൊടുത്താലും ആ ശരി അമ്മ ഓക്കെ കഴിക്കുന്ന ഒരാളാണ്. ഈ സമയത്ത് അവസരത്തിൽ ചോദിക്കാൻ പോകണമെന്നറിയില്ല, ഞാൻ എങ്ങനെയാണ് ആ ഗുണമാണ് അവിടെ കിട്ടിയേക്കുന്നത്. നീ പറ ഞാൻ എങ്ങനെയാണ്. അങ്ങനെയൊക്കെ തന്നെയാ, അതാണ് അതിന്റെ ബ്യൂട്ടി. അപ്പൊ ശരി, നമുക്ക് പപ്പടം വിളിക്കാം. ഏടി കൊള്ളാം കേട്ടോ, ഫോർക്ക് വെച്ച് പപ്പടം വിളിക്കുന്നത്. ബർത്ത്ഡേ ബോയ് കഴിക്കാൻ പാ. കവി പിള്ളേർ വെയിറ്റിംഗ് ആണ്. അടിപൊളി സാധനം വരുന്നുണ്ട് കേട്ടോ. അയ്യോ പൊളിച്ചു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തൈര് സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അയ്യോ അവിടെ ഹോസ്റ്റലില് ചിക്കൻ വറുത്തും ചിക്കൻ കറിയും ബിരിയാണി എല്ലാ ദിവസവും ഉണ്ട് നോൺ വെജ്. പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ബർത്ത്ഡേക്ക് ബിരിയാണിയോ ചിക്കൻ എന്തെങ്കിലും ഉണ്ടാക്കും. പക്ഷെ ഇത് സൂപ്പർ ആയിട്ട് എനിക്ക് ഒരു രക്ഷയില്ല ശരിക്കും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ കാര്യമാണ്. നീ ഉണ്ടാക്കത്തില്ലേ, എന്റെ ആവശ്യം ഇതാണെന്ന് മനസ്സിലാക്കിയല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പറഞ്ഞില്ലേ തൈര് സാധനം കഴിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു നീ കഴിഞ്ഞ ദിവസം? ഞാൻ നീ വന്നപ്പോഴേ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് ഇന്ന് നിന്റെ ബർത്ത്ഡേക്ക് തൈര് സാധവും മീൻ വറുത്തതും ഉണ്ടാക്കണം. അത് വേറെ ഒന്നും കൊണ്ടല്ലോ, ബർത്ത്ഡേ ബോയ് നീയാണ്, നിന്റെ സന്തോഷമാണ് നമുക്ക് ഇന്നത്തേക്ക് വലുത്. ഓ ഇതാണല്ലോ ഏകമൊക്കെ വേറൊരു സംഭവം ഇഷ്ടമാണ്, അതിനാ ഈ പാത്രം എടുത്തേ. ഇങ്ങനെ വെക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വേറെ രണ്ടുപേരുടെ മുഖഭാവം അത്ര സംതൃപ്തിയിലല്ല. കഴിച്ചോളൂ. ഇങ്ങനെ വെക്കുന്ന ഇഷ്ടം. സച്ചു ഇങ്ങനെ വേണോ? ഓ എനിക്കൊന്നും വേണ്ട. ഈ ബർത്ത്ഡേക്ക് ചിക്കൻ കറി വല്ലതും വെച്ചാൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എന്റെ ബർത്ത്ഡേക്ക് നീ ഉണ്ടാക്കി വെക്കില്ലേ പ്ലീസ്? സമാധാനമായാലും അവൻ ഇതിനകത്ത് ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മറുപടിയാ. എന്തായാലും ഇന്ന് നമുക്ക് ഈ മീനും പപ്പടം മാത്രം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ചില മൂപ്പിലാമാറുടെ സ്വഭാവം കേട്ടോ. ആണല്ലോ, അത് ജീവനുള്ളത് ഇറങ്ങിപ്പോയതാ. ഇതേ തൈര് സാധനത്തിന്റെ കൂടെ ഒരു ഫേവറേറ്റ് സാധനം കൂടി വെച്ചാലേ അത് ഫിനിഷ് ആവത്തുള്ളൂ. എട്ടൊന്നര എന്റെ ഫേവറേറ്റ് ചിക്കൻ കറി മാതളനായിരിക്കും. ആഹാ ദൂരെ നിന്ന് കണ്ടപ്പോ കരള് വറുത്ത് പോലുണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്തേ, സ്നേഹത്തോടെ നീ ആ സ്നേഹത്തിന്റെ ഒരു ഉരുള നിന്റെ വലിയ മോന്. ആഹാ ഓഹോ കേക്ക് ഉണ്ടാക്കിയില്ല, അത് ഞാൻ മുറിക്കട്ടെ. അതെ, ആ സ്നേഹത്തിന്റെ ഉരുള ഒന്ന് കൊടുത്തേ. ഓക്കേ, ഓ വെരി ഗുഡ് ടു യു. വെരി ഗുഡ്. ശരി, അപ്പം എല്ലാവരോടും ഒരു അതെ ഓക്കെ അവന്റെ കാര്യം വിട്ടേരെ, അവൻ നമുക്ക് അടുത്ത അവന്റെ ബർത്ത്ഡേക്ക് കൊടുക്കാം. സോ എല്ലാവരോടും ഒരു ബൈ പറ മോളെ, എല്ലാവരോടും ഒരു ബൈ പറ. താങ്ക് യു എല്ലാവർക്കും നന്ദി. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെ ഈ കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങൾക്കൊപ്പം പങ്കുവെച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ചാനലിൽ മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. ഞങ്ങളുടെ ഫാമിലി ഹാപ്പിനെസ്സും ഞങ്ങളുടെ തമാശകളും കുസൃതികളും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്. അത് അതെ, സന്തോഷം. താങ്ക് യു സോ മച്ച് എവരിബഡി. അച്ഛനിച്ചിരുതായോ. താങ്ക് യു.
ബൈ ബൈ. ബൈ ബൈ.